ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. നമ്മുടെ പുതിയ ചാനലിൽ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അത് കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. 120 കോടി രൂപ മുടക്കി 14 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുത സ്ഥലം. ആ സ്ഥലത്തെ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയാമോ? 100% പ്യുവർ ഓക്സിജൻ. നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് വളരെ സുഖകരമായ ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്ന സ്ഥലം. ഇതെവിടെയാ സ്ഥിതി ചെയ്യുന്നറിയോ? ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതാണ് മാംഗോ മെഡോസ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും, മനസ്സിലാകാത്തവരും കാണും. കടുത്തുരുത്തി എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിലുള്ള കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയാങ്കുടി എന്ന സ്ഥലത്താണ് ഈ മാംഗോ മെഡോസ് എന്ന് പറഞ്ഞ ഈ വാട്ടർ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വെറും വാട്ടർ തീം പാർക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്ക്. 4000-ലധികം വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട മരങ്ങൾ ആ പാർക്കിനകത്തുണ്ട്. നമുക്ക് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ ശരിക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാർക്ക്. NK കുര്യൻ സാറാണ് ഇതിന്റെ സാരഥി. അദ്ദേഹത്തിന്റെ ഒരു വളരെ വർഷങ്ങൾക്ക് 14 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഇത്ര മനോഹരമായ ഒരു പാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പാർക്കിനെ കുറിച്ച് കൂടുതൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് പാർക്കിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് പാർക്കിലേക്ക് പോകാം. പാർക്കിലെ കാര്യങ്ങൾ കാണുന്നതിനൊപ്പം തന്നെ ഈ പാർക്കിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ മാംഗോ മെഡോസിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങോട്ടുള്ള വഴി നമ്മൾ തിരിയുകയാണ്. വഴി തിരിഞ്ഞ് നമ്മൾ മാംഗോ മെഡോസിലേക്ക് വണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും കുട്ടികളുമൊത്ത് ശുദ്ധമായി ശ്വസിക്കാൻ ഒരു യാത്ര പോകണമെങ്കിൽ നമുക്ക് മാംഗോ മെഡോസിൽ പോകാം. മാംഗോ മെഡോസിലേക്ക് കുട്ടികളുമായി പോകുന്നവർക്ക് അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, കൊട്ടവഞ്ചിയുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലത്തെ എല്ലാം ഉണ്ട്. നമ്മുടെ യുവതലമുറയ്ക്ക് പ്രകൃതിയെക്കുറിച്ച് അധികമൊന്നും അറിയത്തില്ല. നമ്മളെല്ലാം 10 സെന്റ് വീടിലൊക്കെ ആയി മാറി. പണ്ടൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, എല്ലാവർക്കും ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും പ്രകൃതിയെ കുറച്ചും കൂടെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പ്രകൃതിയെക്കുറിച്ച് അറിയാത്ത യുവതലമുറയ്ക്ക് ഒരു ചെറു പഠന കേന്ദ്രമായി മാറും ഈ മാംഗോ മെഡോസ്. NK കുര്യൻ സാറ് എന്ന വ്യവസായി മാംഗോ മെഡോസിന്റെ ശില്പിയാണ്. 14 വർഷം കൊണ്ടാണ് അദ്ദേഹം ഇത് വളർത്തിയെടുത്തത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്ക് ആണ് ഈ മാംഗോ മെഡോസ്. ഈ മാംഗോ മെഡോസ് എന്ന് പേര് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 101 പരം മാവ് ഇനങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ മെയിൻ പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് ബ്ലോക്കാണ്. നിറഞ്ഞ് വണ്ടി കിടക്കുകയാണ്. ഞങ്ങളെ പുറത്തേക്ക് വിട്ടു. പുറത്ത് അവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിൽ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ വന്നപ്പം കുറെ വണ്ടികൾ അവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ പാർക്കിങ്. തെങ്ങൊക്കെ നോക്കി തെങ്ങിന്റെ സൈഡിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് മാംഗോ മെഡോസിലേക്ക് നടന്നു പോവുകയാണ്. ട്രാവലറിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതിന്റെ ഭംഗിയും ഇതുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളും പതുക്കെ അങ്ങോട്ട് പോവാണ്. ഇപ്പം റോട്ടിൽ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തതിന് ശേഷം റബ്ബർ തോട്ടത്തിലേക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നു പോവാണ്. ഇപ്പം ചെടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇച്ചിരി നന്നായിട്ടുള്ള സ്ഥലമൊക്കെയാണ്. വണ്ടി ലോക്ക് ചെയ്തായിരുന്നല്ലോ അല്ലേ? ഇത് പണ്ടൊക്കെ മലേഷ്യയിലും തായ്ലൻഡിലൊക്കെ ടൂർ പോകുമ്പോൾ അവിടെ എല്ലാ പെരയുടെ മണ്ടയിലും വേസ്റ്റ് ബോക്സിൻ്റെ മണ്ടയിലും കാണുന്ന ഒരു സാധനമായിരുന്നു. അത് പുക പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് വേസ്റ്റ് കത്തിക്കുമ്പോൾ. ഇപ്പോൾ ഇത് കേരളത്തിലുമായി, കടുത്തുരുത്തിയിലുമായി. KL 31 വണ്ടിയാണ്.
KL40 ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. KL33 ഇവിടെ അടുത്തുള്ള വണ്ടിയാണ്. KL5 ഈ ക്യാൻസറിനൊക്കെ നല്ല പഴമാണെന്ന് പറഞ്ഞ് ചിലരിടുന്ന നോനിപ്പഴം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വേണ്ട തൈകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനാണ് പ്രധാന കവാടം. മാംഗോ മെഡോസിന്റെ പ്രധാന കവാടം ഇതാണ്. ഇവിടെയാണ് റിസപ്ഷൻ. നമ്മൾ റിസപ്ഷനിലേക്ക് കയറുവാണ്. റിസപ്ഷനിൽ റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നേരത്തെ ഒരു അവസരത്തിൽ ഞങ്ങളിവിടെ വന്നിരുന്നു, അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ റിസപ്ഷൻ്റെ അകത്തേക്ക് കയറുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് റിസപ്ഷനിലുള്ള ആൾക്കാരോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. ഇവിടെ റൂമിനൊക്കെ റെന്റ് എങ്ങനെയാ? അല്ല ഇപ്പോഴത്തേനല്ല. റൂം നമുക്ക് 4 കാറ്റഗറിയിലാണ് റൂംസ് വരുന്നത്. ബേസിക് കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത് 5040 ആണ്. 22 hours നമുക്ക് റൂംസ് വരുന്നത്. ബേസിക് കാറ്റഗറി മുതൽ നമുക്ക് റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഹയർ വരുമ്പോൾ സുപ്പീരിയർ കാറ്റഗറി വരുന്നത് മാഡി കോട്ടേജ് എന്ന് പറയും. അതിന് വരുമ്പോൾ 7280 വരുന്നത്. പിന്നെ നമുക്ക് പ്രീമിയം കോട്ടേജസ് വരുന്നുണ്ട്. അത് വുഡൻ ഫർണിഷ് ചെയ്ത് ഇൻഡിവിജ്വൽ കോട്ടേജ് ആണ്. നമ്മുടെ ലേക്ക് വ്യൂ വരുന്ന കോട്ടേജാണ്. അത് നമുക്ക് 10,030 ആണ് വരുന്നത്. അതാണ് ഏറ്റവും കൂടിയത്. ഒരു കേവ് കോട്ടേജ് വരുന്നത് ഒരു കേവിന്റെ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്നത് കേവ് കോട്ടേജ് ആണ്. അതിന് വരുന്നത് 11,800 ആണ്. അല്ല, ഈ ഇടയ്ക്ക് ഞാനൊരു 2021 നമ്മൾ വന്നത്, എനിക്ക് 21 വന്നു. അപ്പോൾ ഇതിവിടെ അടച്ചു കിടന്നത് 21 ശേഷം. കോവിഡ് ടൈമിലായിരുന്നു. അത് ഏത് വർഷം അടച്ചു കിടന്നു? 21 ഞാനിവിടെ വന്നിട്ടുണ്ട്. അടച്ചു കഴിഞ്ഞ് തുറന്ന സമയമായിരിക്കും. അത് നമ്മൾ ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഒരു മീറ്റിങ്ങിനായിട്ട് ഇവിടെ വന്നു. അന്ന് മൊത്തം വെള്ളമൊക്കെ ഫ്ലഡൊക്കെ കയറി കിടന്ന സമയത്തല്ലേ? അതിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഡെവലപ്പായിരുന്നു അല്ലേ? ഇവിടെ എത്ര രൂപയാണ് ഫീസ് കയറുന്നതിന്? നോർമൽ ഡേയ്സിൽ 350, സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേ ആകുമ്പോൾ 400 ആണ് ഒരാൾക്ക്. ഓക്കെ, 3 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും സെയിം റേറ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് ഫുള്ള് നടക്കേണ്ടി വരുമോ അതോ? നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കൊരു ഇലക്ട്രിക് റിക്ഷയുടെ സൗകര്യം ഉണ്ടായിരിക്കും. ഒരു ഗൈഡഡ് ടൂർ വരുന്നുണ്ട്. ഒരു ഗൈഡ് വന്നിട്ടുണ്ട്, പ്രോപ്പർട്ടി ഒന്ന് ബ്രീഫ് ചെയ്യുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് 2 രീതി ചെയ്യാം. നോർമലി നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് റിക്ഷയുടെ സൗകര്യം അതിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. എക്സ്ട്രാ പേയ്മെന്റ് ആണ്. 250 rupees ആണ് ചാർജബിൾ ആയിട്ട് വരുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡിന്റെ സഹായത്തോടു കൂടി നമ്മുടെ പാർക്ക് മൊത്തം ഒന്ന് പരിചയപ്പെടുത്തരും ആ വണ്ടിയിൽ. അതിനുശേഷം പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സൈക്കിൾ ഗോക്കാർട്ട് ഉള്ള ധാരാളം ആക്ടിവിറ്റീസ് ആയിട്ട് തന്നെ ഇവിടെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു അല്ലേ? അതെ, നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ തന്നേക്കാം. അതൊക്കെ ഞാൻ കയറ്റിക്കോളാം. സാറിൻ്റെ പേര് കുര്യൻ സാറിന്? ഓക്കെ. ഇവിടെ താമസിക്കാനായിട്ട് വരുന്നവർ റൂം ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. 4800ഓളം സസ്യജനസുകൾ ഇവിടെയുണ്ട്. 700 വൃക്ഷ ഇനങ്ങളുണ്ട്. 146 ഇനം പച്ചക്കറികളുണ്ട്. 101 ഇനം മാവുകളുണ്ട്. 21 ഇനം പ്ലാവുകളുണ്ട്.
39 തരം വാഴകളുണ്ട്. 25 ഇനം വളർത്തു പക്ഷികള്, മൃഗാദികള് എന്നിവ ഇവിടെ സംരക്ഷിച്ച് ഈ പാർക്ക് അവരെ തീറ്റിപ്പോറ്റുന്നു. ഇത് കടുത്തുരുത്തിയിലാണ് ഈ പാർക്കുള്ളത്. കോട്ടയം ജില്ലയിലുള്ള കടുത്തുരുത്തിയിലാണ് ഈ പാർക്കുള്ളത്. ഈ പാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു പാർക്കാണ്. ഇത് റിസപ്ഷന്റെ അകത്ത് വെച്ചിരിക്കുന്നതാണ്. മാംഗോ മെഡോസ് എന്ന് പേര് വരാൻ കാരണം 101 ഇനം മാവുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പേരങ്ങനെ ഇട്ടിരിക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ മെയിനായിട്ടും ഇതൊരു 30 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിവിടുത്തെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. പിന്നെ ഇപ്പം മെയിനായിട്ടും 30 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു വണ്ടി ഈ കാണുന്ന ഒരു ട്രെയിനുണ്ട്. ഈ ട്രെയിന് നല്ല ഭംഗിയാണ്, യാത്ര ചെയ്യാനും നല്ല ഇതാണ്. എല്ലാവരുടെയും മനം കവരുന്ന ഒരു മനോഹരമായ ട്രെയിനാണിത്. മാംഗോ മെഡോസിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പാർക്കിനെ കുറിച്ചൊക്കെ. മാംഗോ മെഡോസ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. ഇതൊരു വാട്ടർ തീം പാർക്കല്ല. വാട്ടർ തീം പാർക്കാണെന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പാർക്കിൽ കയറാതിരിക്കുന്നതാണ് ഉത്തമം. മാംഗോ മെഡോസ് നമ്മുടെ കാർഷിക വൃത്തിയെയും പരിസ്ഥിതിയെയും ആയുർവേദത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും തീമാക്കിയുള്ള പാർക്കാണ് എന്ന് സംവിധായകൻ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ കയറുകയാണ്. റബ്ബർ തോട്ടത്തിലൊക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം പാർക്കിങ്ങൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. കുറേ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. വെൽക്കം ഇങ്ങനെ തുടങ്ങിയ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വൈക്കം തഴ ഉൽപ്പന്നങ്ങൾ, തഴയിൽ നിന്നുണ്ടാക്കിയ പ്രോഡക്റ്റാണ് വൈക്കം തഴ പ്രോഡക്ട്സ്. കോട്ടയം ജില്ലാ മഹിളാ തഴപ്പായ വികസന ഫെഡറൽ സമിതി സ്ഥാപനം. വിപണന കേന്ദ്രം മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക്, ആയാങ്കുടി, കടുത്തുരുത്തി. എൻട്രി ഗേറ്റുകൾക്ക് AC ഡോർമെട്രി സൗകര്യം കുറഞ്ഞ ചെലവിലൂടെ ലഭ്യമാണ്. ഡേ ടൈം 9 AM to 5 PM, 400 per head. എക്സ്റ്റൻഡർ എൻട്രി ടിക്കറ്റ് ഡേ ആൻഡ് നൈറ്റ് 1 PM to 11 AM, 1350 per head, ഇൻക്ലൂഡിംഗ് എൻട്രി ടിക്കറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് GST. കോൺടാക്ട് നമ്പർ ഇതാണ്. അപ്പോൾ ചിലവ് പറഞ്ഞ് ഇവിടെ വരാനുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ മാംഗോ മെഡോസ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ്. ഇതൊരു വാട്ടർ തീം പാർക്കല്ല. വാട്ടർ തീം പാർക്ക് താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പാർക്കിൽ കരായിരിക്കുന്ന ഉത്തമം. മാംഗോ മെഡോസ് നമ്മുടെ കാർഷിക വൃത്തിയെയും അതിർത്തിയും ആയുർവേദത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും തീം ഒക്കെയുള്ള പാർക്കാണ്. മുമ്പ് എഴുതി വെച്ചിരുന്ന അതേ സംവിധായകൻ്റെ വാക്കുകൾ തന്നെ. പിന്നെ ഒരു വലിയ ഇല ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു ബ്ലോഗർ ഇവിടെ വന്ന് പിടിക്കുന്നുണ്ട്. ഓക്കെ, ആണ്. ഞങ്ങളുടെ കരുത്
I will be where you are. I will go where you go. I will follow you. മാംഗോ പടോസിലേക്ക് സ്വാഗതം. ഇത് ലോകത്തിന്റെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ്. നമ്മുടെ 4800 സ്പീഡത്തേറെ മരങ്ങളും ചെടികളും വെജിറ്റബിൾസും ഒക്കെയാണ് പരിചയപ്പെടാനുള്ളത്. അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഒരു ഗൈഡിംഗ് ആണ്. ഗൈഡിംഗിന് ശേഷമാണ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള്, ആർച്ചറി, ഷൂട്ടിംഗ്, പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, സൈക്ലിംഗ്, ഗോ കാർട്ട്, കിഡ്സ് പാർക്ക്, കുട്ടി റൈഡ്, പെൻഡുലം റൈഡ്, ലിഫ്റ്റ് റൈഡ് തുടങ്ങിയ ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, വാട്ടർ വീഡ്, ഗോൾ പൂള്, വാച്ച് ടവർ. എക്സ്ട്രാ ചാർജ് വരുന്നത് ഇ റിക്ഷ, ബസ്, ട്രെയിന്, ഷിക്കാര, ബോട്ടിങ്, 20 തിയേറ്റർ, ഫുഡ് ഐറ്റംസ് ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറന്റ്. ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറന്റിൽ കയറുക. 5 മണിക്ക് പാർക്കിന്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂൾ ഒക്കെ വരുന്ന ഈ ഫ്രണ്ടിലാണ്. 1 അവർ ഫ്രീ ഉണ്ട്. 4:45 ക്ലോസ് ചെയ്യും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ട്. ഗൈഡിങ് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷ സൗകര്യമുണ്ട്. റിക്ഷയ്ക്ക് 29 രൂപ ചാർജ് വരുന്നത്. ഒരു വണ്ടി 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ ജസ്റ്റ് റൈഡിംഗ് ആയിട്ടേ ഉള്ളൂ. അത് ഗൈഡിങ് ശേഷം എടുക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഗൈഡിനെ കൂടി അങ്ങനെ കയറുള്ളൂ. എന്റെ മറ്റേ കയറുമെന്ന് പറഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് അത്രയ്ക്ക് ഉണ്ടാക്കി. അത് പതുക്കെ ഞാൻ ആർക്കും ഷെയർ ചെയ്തൊന്നും കൊടുത്തല്ല. കാണുന്നവർ വന്നോളൂ. ഇതിപ്പോ ഞങ്ങൾ ആകപ്പാടെ ഇപ്പം 5-6 വീഡിയോസ് ഇട്ടു. ഞങ്ങൾ ആദ്യം പോയി ഇത് പിന്നെ ഇടുക്കിയിലെ ഒരു പാർക്കുണ്ടല്ലോ, മലങ്കര ഡാം, അത് പോയിട്ട് കുഴപ്പമില്ല. മലങ്കര ഡാം ഒരു വൈകുന്നേരം ചെന്നാണ്. അതായത് തൊടുപുഴന്ന് മൂലമറ്റം 3 വഴിക്ക് തൊടുപുഴ മൂലമറ്റം 3 വൈകിട്ട് ഡാമിനകത്ത് പോകും. ഞാനും ഒത്തിരി പിള്ളേരെ വളർത്താം. ഇവരൊക്കെ ഒറ്റ വഴിക്ക് പോയി. അതാണ് ആ ഒരു അവസ്ഥ മാറാൻ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ കേരളവും ഒരു മറ്റേ കാനഡ പോലെയോ UK പോലെ അതിനപ്പുറം ആക്കാനുള്ള സകല സാധ്യതകളുള്ള നല്ല സ്ഥലമാണ് കേരളമെന്ന് കേരളത്തിലെ ജനങ്ങളെയും ലോകത്തിലെ ജനങ്ങളെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ
river to hell. ഫസ്റ്റ് മെയിനോട്ടാണ് അതിനുശേഷം ബാക്കി ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ കാണുന്നത് ഇതേ കാണുന്നത് അതായത് രാമായണം എന്ന് പറയുന്ന ഒരു കാലത്തിൽപ്പെട്ട രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോയപ്പം രാമനെ ഓർത്ത് സീതാദേവി ദുഃഖിതയായിരുന്നത് അശോകവനിയിലെ ശിംശുഭ വൃക്ഷത്തിന്റെ ചോട്ടിലായിരുന്നു. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ മരം വെച്ചു വളർത്തിക്കുന്നത് കേട്ടോ. അതാണ് ശിംശുഭ വൃക്ഷം. ഇതിന്റെ സസ്യവും സാഹിത്യവും ശിംശിബ വൃക്ഷമാണ് കാണുന്നത്. കൂടുതലായിട്ട് നീർമാതളം മാതൃക്കുട്ടിയുടെ നീർമാതളം പൂത്ത് കളഞ്ഞ നോവലിൽ പറയുന്ന നീർമാതളം എന്ന് പറയുന്ന മരമുണ്ട്. നമ്മുടെ കണ്ണിൽ വെക്കുന്ന പനയുണ്ട്. ആനപ്പന അല്ലെങ്കിൽ ചൂണ്ടപ്പന എന്ന് പറയും. ചൂട്ടിപ്പുറം കാണുന്നത് എണ്ണപ്പനയാണ്. നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണപ്പനയാണ് ഈ കാണുന്നത്. നമ്മുടെ പെടൽപോട്ട് കുട്ടവഞ്ചിയുടെ ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്നത് ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. ഇൻക്ലൂഡിംഗ് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് അവിടെ സ്റ്റാഫ് ഉണ്ടാവും. കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഇത് കുട്ടവഞ്ചിയാണ്. ബാസ്കറ്റ് ബോട്ട് എന്ന് പറയും. അതായത് കുട്ടവഞ്ചിയിൽ നമുക്ക് ജാക്കറ്റ് നിർബന്ധമായിട്ട് യൂസ് ചെയ്തിരിക്കണം. മറിയൻ ചാൻസൊന്നുമില്ല. നമ്മൾ സേഫാണ്. നമ്മൾ അറിയാവുന്നവർ തനിയെ വന്ന് തുടങ്ങിയില്ല. അതുകൊണ്ടാണ് ജാക്കറ്റ് ഒന്നും പറ്റില്ല. താഴ്ചയുള്ള ഏരിയ ഇതൊരു നമുക്കൊരു മനസ്സിലാക്കാനേ വരണമെന്നുള്ളൊരു തൃപ്പുരയില് 3 കൂട്ടം മരങ്ങളാണ് ഫ്ലോറിലായിട്ട് കാണുന്നത്. താനിക്ക, നെല്ലിക്ക. വലിയ മരമാണ് താനി. അതിന്റെ ബാക്കിൽ നെല്ലിയുണ്ട്, കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീകടമ്പ്, നീലക്കടമ്പ് എന്ന് പറയും. പണ്ട് ശ്രീകൃഷ്ണൻ മോദിമാരുടെ ചേല കെട്ടെടുത്ത് കടമ്പ് മരത്തിന്റെ മുകളിലാണ് നോക്കിട്ടുള്ളത്. ആ കാണുന്ന കടമ്പ് എന്ന് പറയുന്ന മരമാണ് നീലക്കടമ്പ് അല്ലെങ്കിൽ ശ്രീകടമ്പ് എന്ന് പറയും. നമ്മുടെ നേരെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മരം വേണ്ട. അതാണ് കരിമരുത് എന്ന് പറയും. ഉള്ളിൽ കാണുന്നത് കരിമരുത് എന്ന് പറഞ്ഞാൽ കാട്ടിലെ യാത്ര ചെയ്യുന്നവർ വെള്ളമില്ലാത്ത സമയങ്ങളിൽ കരിമരുത് എന്ന് പറയുന്ന മരത്തിൽ ഇതാണോ? ഇതല്ല, ഈ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിന്റെ ബാക്കിൽ കാണും. ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ബോർഡ് കണ്ടോ? ബാക്ക് വശം കാണുന്നത് ആ നിൽക്കുന്ന വെണ്ണമുള്ളത്. അതായത് ആ മരങ്ങളിൽ ബി ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മളിത് വെള്ളം മരങ്ങളുണ്ട്. നമുക്കിവിടെ 4800 സ്പീഷീസിലധികം മരങ്ങളും ചെടികളും ഔഷധസസ്യങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത്. 4800 മേലുണ്ട്. ന്യൂവർക്കിന്റെ ഏരിയ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ന്യൂവർക്കിലെ പുതിയതായിട്ട് വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. നമ്മള് ഗൈഡിങ്ങിന് ഇവിടെ 4800 മുകളിലാണ് വൃക്ഷ ലതാദികളുള്ളത്. നമ്മുടെ ചൂണ്ടയുടെ കേന്ദ്രമാണ്. ചൂണ്ടയിടാൻ ചൂണ്ട എന്ന് തീറ്റയൊക്കെ നമുക്ക് വരും. പ്രൈവറ്റ് പൂൾ എന്ന് പറയും. മാംഗോ പൂൾ എന്ന് പറയും. മാംഗോ ഷേപ്പിലാണ് പൂൾ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 4 അടി അല്ലെങ്കിൽ 7.5 അടി താഴ്ചയുള്ള പൂളാണ് പ്രൈവറ്റ് പൂൾ. ഒരാൾക്ക് 100 രൂപ സെപ്പറേറ്റ് പേയ്മെന്റ് ഉള്ളതാണ്. നമ്മുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള പൂൾ എൻട്രൻസിന്റെ അവിടെയാണ്. നമ്മൾ കയറി വന്ന എൻട്രൻസിന്റെ അവിടെ തന്നെയാണ്. 2 പൂളിന്റെ ടൈം 4:45 വരെയുണ്ട്. അതൊക്കെ താമസിക്കാനായിട്ട് ലോഡ്ജ് ഉണ്ടോ? വർക്കിംഗ് ആയിട്ട് ഒരു 22 കോട്ടേജ് പിന്നോട്ടിലായിട്ട് അകത്തുണ്ടല്ലേ? സീറ്റ് സ്ഥലത്തായിട്ടുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് ആണ് നേരത്തെ ഓൺലൈൻ ചെയ്ത് 5000 രൂപ തൊട്ട് 10000 രൂപ വരെ. 5000 രൂപ സ്റ്റാർട്ടിംഗ്. ഇത് നമ്മുടെ മരവുരി എന്ന് പറയും. ഇത് കാട്ടിൽ കാണുന്ന മരമാണ്. വലിയ തടിയാവുന്ന മരമാണ്. വലിയ മരവുരി, ഡ്രസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന തോലായിരുന്നു. മരങ്ങളായി കഴിയുമ്പോൾ ഇത് തോല് ചതച്ചെടുത്ത് വെച്ചാൽ ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു കിട്ടുന്നതാണ്. തൊലി ഉപയോഗിച്ചുള്ള ഡ്രസ്സ് ധരിക്കുന്ന മരം. ഇതൊരു കോട്ടേജാണ്. മാംഗോ കോട്ടേജ് എന്ന് പറയും. നമ്മളെ ഫിഷ് ഫീഡിംഗ് നടത്തിയില്ല. നമ്മുടെ പാലത്തിൽ തന്നെ വളർത്തിന് സൈഡിൽ കുറെ കോട്ടേജുകൾ നടക്കുന്നുണ്ട്. അതേപോലെ കോട്ടേജാണ്. ഇതിന്റെ ഇതിലുള്ള ഓരോ കോട്ടേജിനും ഓരോ ഫുഡ് നെയിമാണ്. ഈ കോട്ടേജിന്റെ പേരാണ് മാംഗോ കോട്ടേജ്. അതിന്റെ പ്രത്യേകത ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ ഫിഷ് ഫീഡിംഗ് നടത്താനും മീനുകളെ കാണാനും സൗകര്യങ്ങളും. ഒരു കൈപ്പത്തി കണ്ടോ ലെഫ്റ്റ് സൈഡില്? ഇതിന്റെ പേര് ഡയറക്ടേഴ്സ് ആണ്. സംവിധായകന്റെ കൈ എന്ന് പറയും. നമ്മുടെ ഈ പാർക്കിന്റെ ഡയറക്ടേഴ്സ് ആയിട്ട് മോഡലാണ് ചെയ്യുന്നത്. ഈ കൈക്കുള്ളിൽ നിൽക്കുന്നത് അത്തിമരമാണ്. കാട്ടത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷികളാണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ വേറെ സ്ഥലങ്ങളിലുണ്ട്. അതായത് ഇതിന് പേര് ഡയറക്ടേഴ്സ് ലാൻഡ് എന്ന് പറയാൻ കാരണം നമ്മുടെ സാറിൻ്റെ കയ്യിൽ ഈ മരങ്ങളെല്ലാം ഇവിടെയുള്ള എല്ലാ മരങ്ങളും സാറിൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണെന്ന് മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ആ ടീം ചെയ്യുന്നത്. ഈ ബോട്ടിംഗ് ഫ്രീ ആണോ? ഞങ്ങൾക്ക് അല്ലല്ല, ബോട്ടിംഗ് ഒരാൾക്ക് 100 രൂപ സെപ്പറേറ്റ് പേയ്മെന്റ് ആണ്. പബ്ലിക് തോട്ടമാണ്. ഒരു ക്ലബ്ബും ഇവിടെ ചെയ്ത് പാർക്കൂടെ കണക്ട് ചെയ്ത് ചെയ്യുന്നതാണ് ആ ഏരിയ.
പുറത്തേക്ക് പോകുന്നു അല്ലേ? കയറുന്നുണ്ടോ ഇതില്? പുറത്താണ്, പുറത്തുള്ള ഏരിയ ആണ് കേട്ടോ. പുറത്താണ്. ഇരുപത് മിനിറ്റ് 25 മിനിറ്റ് ആണ് അതിന്റെ ടൈം. അതിന്റെ വെളിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്നത് നമ്മുടെ നാൽപ്പാമര വഞ്ചി എന്ന് പറയും. അത്തി, ഇത്തി, അരയാല്, പേരാല് 4 പാഴ്ച വെക്കുന്ന മരങ്ങളാണ് നാൽപ്പാമര എന്ന് പറയുന്നത്. ഈ 4 മരങ്ങളെ നമ്മളൊരു വെള്ളത്തിനുള്ളിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് നമ്മളിതിന് നാൽപ്പാമര വഞ്ചി എന്നൊരു പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഡെലിവറിക്ക് ശേഷം ഉപയോഗിക്കുന്ന വേത് വെള്ളത്തിൽ നാൽപ്പാമര എണ്ണ, നാൽപ്പാമര കുഴമ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ 4 മരത്തിൻ്റെ തൊലയാണ് കേട്ടോ. ഈ കാണുന്ന ഏരിയക്ക് നമ്മൾ വന്നിരിക്കുന്ന ഏരിയക്ക് നമ്മൾ വാലന്റൈൻസ് ഗാർഡൻ എന്ന് പറയും. ആ കാണുന്ന സ്റ്റാച്യു നമ്മുടെ പ്രകൃതിയെയും മനുഷ്യനില്ലാത്ത പ്രകൃതി നിലനിർത്തത്തിൽ എല്ലാ തീരുമാനങ്ങളുടെ സ്റ്റാച്യു ഇരിക്കുന്നത്. താഴെ കാണുന്ന ചെറിയ കുട്ടി പ്രകൃതിയെയും മനുഷ്യനെയും മാറി നിർത്തി നോക്കുന്ന പുതുതലമുറയാണ് കൊച്ചുകുട്ടികൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വെറൈറ്റി ആയിട്ടുള്ള 4 കൂട്ടം മുളകളുണ്ട്. ഇത് നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞ മുളയുണ്ട്. അത് ഓടമുള, ഓടക്കുഴൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളയാണ് ഓടമുള എന്നതാണ് വിളിക്കുന്നത്. അത് ബ്ലാക്ക് മുള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വള്ളത്തിന്റെ തൊട്ടടുത്ത് ഒരു വണ്ണം കുറഞ്ഞ മുളയുണ്ട്. അതാണ് ലാത്തി മുള. നമ്മുടെ പോലീസുകാർ ലാത്തി ആക്കിയിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന റൂമുകളാണ്. നീലസ്കി അതിൽപ്പെട്ട കോളേജസ് ആണ്. ഇതിനകത്ത് 10 കോളേജസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇതാണ് 5,000 above. അതിന്റെ ചാർജ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. 8,000, 7,000, 10,000 കൗണ്ടറിൽ പോയി ഞാൻ റേറ്റ് എടുത്തായിരുന്നു. ഉള്ളിലായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ റൂമിൽ താമസിക്കുന്നവർക്ക് മാത്രമായിട്ട് അതിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സേഫ് ആണ് താമസം. അതെ, സേഫാണ്. കുടുംബമായിട്ട് വന്നേ. അതൊരു വെള്ളം കുടിക്കണമെന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞിറങ്ങണം നമ്മൾ എന്നർത്ഥം. ഇത് നമ്മുടെ ഒരു ബാമ്പു ആണ്. ബുദ്ധ ബാമ്പു എന്ന് വിളിക്കും. ബുദ്ധന്റെ മുടിക്കെട്ട് പോലെ ഇരിക്കുന്നതാണ് ബുദ്ധ ബാമ്പു. യാതൊരു ബന്ധമില്ല. ഇത് നമ്മുടെ കറുവാപ്പട്ടയാണ് കേട്ടോ. കറുവാപ്പട്ട അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഓൾ സ്പൈസസ് അതെല്ലാവർക്കും ഉണ്ട്. എന്റെ ഫാദർ ഒരു ബോട്ടണിസ്റ്റ്. ഇത് നമ്മുടെ ഏറുമാടം കോട്ടേജ് ആണ് കേട്ടോ. തൊട്ട് ഫ്രണ്ടിലെ കോട്ടേജ് ആണ് ഏറുമാടം കോട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കാണുന്ന കേട്ടോ. ട്രീ ഹൗസിന്റെ മോഡലുള്ള ഒരു കോട്ടേജ്. അത് നമുക്ക് വലിയവർക്ക് വരെ ഊഞ്ഞാൽ കാണാൻ പറ്റും. ഊഞ്ഞാലുകളാണ്. ഹലോ, ആരാണ്? ഹലോ, നമസ്കാരം. ആരാണ്? ആളെ കിട്ടിയായിരുന്നു കേട്ടോ. ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാൾവൃക്ഷങ്ങളുള്ള ഏരിയ ആണ്. ഇവിടെ അശ്വതി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പുറത്തെ നാളിന്റെ പേര് ആ മോഡുകൾ കാണും. നാളിന്റെ പേരുണ്ട്, മരത്തിന്റെ പേരുണ്ട്. നമ്മുടെ നാൾവൃക്ഷങ്ങൾ എന്ന് കണ്ടെത്തുന്നത് നമ്മുടെ വീടുകളിൽ ഈ മരങ്ങൾ കുറിച്ച് വെക്കുന്നത് നമുക്ക് ഐശ്വര്യം എന്നാണ് പറയുന്നത്. അതൊക്കെ ഫ്രൂട്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആ ദൂരെ കേൾക്കുന്നത് ഓടക്കുഴലിന്റെ സ്വരമാണ്. ലൈവായിട്ട് നിന്ന് ഒരു ചേട്ടൻ ഓടക്കുഴൽ വായിക്കുന്നതാണ്. ഞാൻ അയാളെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ ടൈം അയാൾ മൈക്കിലൂടെ അവിടെ ഓടക്കുഴലിലെ നാദസ്വരം ഇങ്ങനെ അരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ശബ്ദമാണ്. നാട്ടുകാരുടെ ബഹളങ്ങളൊക്കെ കൂടെ ഇതിനിടയ്ക്കുണ്ടെങ്കിലും ആ ഓടക്കുഴലിന്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഉറക്കം ഭയങ്കര ഉറക്കം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ചേട്ടൻ 1-ാം തീയതി ഫ്രീ ആവുള്ളൂ. ഓക്കെ. ആ ഏരിയ നമ്മുടെ നക്ഷത്രവൻ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് ഇപ്പൊ കഴിഞ്ഞത്. അവിടെ ഒരു ചേട്ടൻ ഫ്ലൂട്ട് വായിക്കാനുണ്ട്. ലൈവായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നതാണ് കേട്ടോ. അതിന് പൈസ വല്ലതും കൊടുക്കണോ? വേണ്ട, അല്ലാതെ ഇപ്പൊ വായിക്കുന്നുണ്ടോ? ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന ലൈവാണ്. അതൊരു കരോക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഫ്ലൂട്ട് വായിക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ മാവിൻ തോപ്പാണ് കേട്ടോ. 101 കേട്ടോ. അതായത് മധുരക്കിഴങ്ങ് വെറൈറ്റി ഉണ്ട്. രാമച്ചും, ആടലോടകം, പെരുംജീരകം, പയാഗ്ര, അളഞ്ഞ മുസ്ലി, ചോളം, പുതിന,
കടുക്, പിന്നെ ഈ മാംഗോ മെഡോസ് എന്ന് പേരിടാൻ കാര്യം എന്താ? വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകളുള്ള എത്ര 101 ടൈപ്പിലുള്ള മാവുകളുള്ളതാണ് ഈ പാർക്കിന് മാംഗോ മെഡോസ് അതൊന്ന് നമ്മൾ സ്പെഷ്യൽ ചെയ്യണം. കച്ചോലം 101 മാംഗോ 4800 വൃക്ഷങ്ങൾ സെയിം വഴിയാണല്ലേ നമ്മൾ തിരിച്ചു വരുന്ന ഇത് തന്നെ? അല്ലല്ല സെയിം വഴിയല്ല, അല്ലല്ല, കറങ്ങി വരുവാ. പുതിയ പുതിയ സ്ഥലങ്ങളാണ് എല്ലാം ഒരേപോലെ കണ്ട ആ, സ്ഥലം ഇത് കുട്ടവഞ്ചി നമ്മുടെ മധുര തുളസിയാണ് കേട്ടോ. മധുര തുളസി അല്ല സ്റ്റിവിയാനൊക്കെ കേട്ടിട്ടുണ്ടോ? ആ കാണാൻ ചെറിയ ഇല കണ്ടോ? ആ ബോർഡിന്റെ താഴെ കാണാം. ഇത് ഷുഗർ ആ ചേമ്പന്നത്തിന് ഒത്തിരി നട്ടുപിടിപ്പിച്ചേക്കുന്നത് അതാണ് ഇവിടെ മീനിന് തീറ്റ കൊടുക്കുന്നത്. ഏതാ ചേമ്പ് തീറ്റ കൊടുക്കണല്ലോ, നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചീരച്ചേമ്പെന്ന് പറയും. അതിന്റെ കിഴങ്ങില്ല, അതിന് തടയില്ല, അതിന്റെ തണ്ടും കൂമ്പും എല്ലാം താളല്ല, ചീരച്ചേമ്പ്. മനസ്സിലായി. അതിനെന്നാ ഗുണമുള്ള ഇത് ഗുണമുള്ള വെജിറ്റബിൾസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ കലപ്പ ചെയ്ത് സ്റ്റാറ്റുമാണ് കേട്ടോ. നമ്മുടെ ഭാഗ്യച്ചീര അല്ലെങ്കിൽ മരച്ചീര എന്നൊക്കെ പറയും. ഈ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കാം, വെള്ളത്തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ ബി.പി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഈ സാധനത്തിനേക്കാളും അത് 40 V40 Pro. ഉണ്ടായിരിക്കും. നമ്മുടെ മൺകലം മൺപാത്രം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമുക്ക് കാണാൻ വേണ്ടി ചേട്ടൻ ഉണ്ടാക്കി പറയുന്നിപ്പോ കേട്ടാ നമുക്ക് എന്നാന്ന് പറയാൻ ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ. എന്നതാ? ആ താറാവ് നല്ല ഫുഡും കഴിച്ച് നമുക്ക് പക്ഷിയുടെ കൂടെ തന്നെ വലിപ്പമുള്ള പക്ഷിയാണ് അങ്ങ് ഉള്ളിലായിട്ട് കാണുന്നത് കേട്ടോ. ഒരു പ്രത്യേകത പെൺപക്ഷി മുട്ടയിട്ട് ആൺപക്ഷി അടയിരിക്കും അതിന്റെ ഉള്ളിൽ കാണുന്നത്. ഓസ്ട്രിച്ച് പോലെ തന്നെ അതിന്റെ പേരെന്നാ? എമു 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 ആണ്. ആ, ഇത് വെച്ചൂർ പശുവാണ് കേട്ടോ. സാധാരണ പശുവിന്റെ ക്രാവിന്റെ അത്രയും വലിപ്പമുള്ള 1 ലിറ്റർ 1.5 ലിറ്റർ പാലൊക്കെ അതിന് കിട്ടത്തുള്ളൂ. ഔഷധം നമ്മുടെ സൈക്കിൾ വർക്കൗട്ട് ഏരിയ. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ 1/2 മണിക്കൂർ സൈക്കിൾ വർക്കൗട്ട് നമുക്ക് എടുക്കാൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. എടുക്കാൻ വരുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് സെക്യൂരിറ്റി പേയ്മെന്റ് അത് അടച്ച് ടോക്കണും വാങ്ങിക്കുക. കൃത്യമായിട്ട് അവിടെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ക്യാഷ് റീഫണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സൈക്കിളും ടോക്കണും അവിടെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ക്യാഷ് റീഫണ്ട് ചെയ്തായിരിക്കും. സൈക്കിൾ നമുക്ക് ചെയ്യാം. ടിക്കറ്റ് 1/2 മണിക്കൂർ സൈക്കിളും വർക്കൗട്ടും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും. ആ കാണുന്ന വലിയ ബോൾ പോലെ ഒരു കായ കണ്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്? ഇതിന്റെ പേര് തിരുവട്ട കായ അല്ലെങ്കിൽ കലാഭാഷ എന്ന് പറയും. അവിടെ ശ്രീ ബുദ്ധൻ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാത്രം പോലെ വെച്ച് കായയുടെ തോടുകളാണ് പാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ പാത്രം കഴിയുമ്പോൾ പാത്രം പോലെ ചിരട്ട അങ്ങനെയല്ലേ? ചിരട്ടേക്കാളും വലുതാന്ന് പറഞ്ഞു. കളക്ഷൻ അല്ലേ? വളരെ വർഷങ്ങളുടെ പരിശ്രമം. 5 കോട്ടേജാണ് ഈ കാണുന്നത് കേട്ടോ. ഗ്രൂപ്പായിട്ട് ഫാമിലിക്ക് വരുമ്പോൾ ഒന്നിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കൂട്ടുകുടുംബങ്ങൾ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ്. തുറന്ന ബൈബിളിന്റെ സ്റ്റാച്ചു ആണ്. ബൈബിളിന്റെ ബാക്കിലായിട്ട് ബൈബിൾ കടൽ എന്ന് പറഞ്ഞ ഏരിയയുണ്ട്. ബൈബിൾ വായിക്കാനുള്ള ഏരിയയുണ്ട്, ഇരിക്കാൻ സൗകര്യമുണ്ട്. ബൈബിളിനകത്ത് പറയപ്പെടുന്ന ചെടികളും സത്യങ്ങളുമാണ് അതിന്റെ ബാക്കിലായിട്ടുള്ളത് കേട്ടോ. ഓണറിന്റെ പേരെന്താ? പുള്ളിയെ കാണാൻ നമ്മളെ ഷിൻസില്ലേ, ബ്ലോഗർ ഷിൻസ്. അപ്പൊ പുള്ളി ഇവിടെ പോയിരിക്കും, അർജന്റീനയ്ക്ക് പോയിരിക്കും. ആ വീഡിയോ കണ്ടപ്പോഴേ അതായത് നമ്മുടെ ബാൽക്കണി പറയുന്ന കുട്ടൂസിനും നാഗിനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏറ്റിയമാണ്. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ താഴെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഷിൻസ് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് കുര്യൻ സാറിനെ കണ്ടിട്ടാണ് അന്നേരം എനിക്കൊന്നോട് പറഞ്ഞു. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻട്രൻസ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേവിന്റെ എൻട്രൻസ് ആണ്. കോട്ടയം ഇത് നമുക്ക് ഫ്രീ ആണ്, ഇൻക്ലൂഡിംഗ് ആണ് അല്ലേ? നമുക്ക് ചെയ്യാം. നമ്മുടെ
ചത്രപ്പുഴ അല്ലെങ്കിൽ വാട്ടർ വീൽ എന്ന് പറയും. പഴയകാലത്ത് പാട്ട് പിടിച്ച് നനയ്ക്കാൻ വേണ്ടി കിട്ടും. നമുക്ക് അതിന് മണിക്കൂർ ചവിട്ടുന്നൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിന് മുകളിലേക്ക് ചവിട്ടുമാക്കാവുന്നതാണ്. ചെരുപ്പിട്ടുണ്ട് ചവിട്ടാൻ പാടില്ല, പഴമക്കാരെ അതിർക്കാതെ വരികയാണ് കേട്ടോ. ആ കാണുന്ന കൺവെൻഷൻ സെന്റർ എന്ന് പറയും ആ ഏരിയയിലുള്ളത്. ഒരു വലിയ പ്രോഗ്രാമുകൾ, കോൺഫറൻസുകൾ, മീറ്റിംഗൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കൺവെൻഷൻ സെന്റർ യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യിലെ മലയാണ് നമ്മൾ പോയപ്പോൾ കണ്ടത്. മുകളിലൊക്കെ കോട്ടയം കുട്ടികളുടെ പാർക്കാണ്. 13 വയസ്സിന് താഴെയാണ്. ആ കാണുന്ന ഒരു മോസ്കാണ് കേട്ടോ. രാവിലെ 10 തൊട്ട് 5 മണി വരെ ജസ്റ്റ് എളുപ്പം വരുന്നാറ് നിസ്കാരത്തിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലായിട്ട് ആ മോസ്ക് ഇരിക്കുന്നത്. അപ്പുറത്ത് കേട്ടോ കയറി വരുമ്പോൾ നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ്. ഇവിടുന്ന് കാണുന്ന റെസ്റ്റോറന്റ് ഏരിയ ആണ്. ഫുഡ് കഴിക്കാൻ വരുന്നത് റെസ്റ്റോറന്റിൽ റെസ്റ്റോറന്റ് കേട്ടോ. അത് നമ്മുടെ അമ്പലക്കുളക്കടവ് എന്ന് പറയും. കാവും കുളവ് എന്ന് പറഞ്ഞ ടീം ചെയ്തിരിക്കുന്നതാണ്. ഫിഷ് ഫീഡിങ്ങിന് ഫുഡൊക്കെ അവിടെ ഉണ്ട്. മെയിൻ കുളത്തിൽ മീനാണ്. ഇത് നമ്മുടെ തുളസിത്തറയാണ്. നമ്മുടെ ഡെയിലി തിരി വെച്ച് തരുന്ന ഒരു ഏരിയയാണ്. ലെഫ്റ്റ് കാണുന്ന നമ്മുടെ പരശുരാമൻ മഴ പറയുന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. 20 സിനിമ നമുക്ക് അതിന്റെ ഉള്ളിലായിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ 10 മിനിറ്റ്. റെസ്റ്റോറന്റിന്റെ അത് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ സർപ്പക്കാവാണ്. ലോകത്തിലെ ആദ്യത്തെ മഞ്ജുനിർമ്മിതമായ സർപ്പക്കാവ് എന്ന് പറയും. സർപ്പക്കാവിലെ കാണുന്ന മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതുപോലെ തോന്നിക്കുന്ന ഒരു ഏരിയ ഉണ്ടാക്കിയെടുത്താണ്. കാവുകൾ സാധാരണ വീട് എല്ലാവരുടെയും വീടുകളും നമ്മൾ ഓൾറെഡി നേരത്തെ കാലങ്ങളായിട്ടുള്ള ഇത് നമ്മൾ നിർമ്മിച്ചെടുത്താണ് കേട്ടോ. ഇല്ല, സർപ്പക്കാവിന്റെ ഉദ്ദേശമേ നമ്മുടെ കാവും കുളവും സംരക്ഷിക്കുക, അതായത് പ്രകൃതി സംരക്ഷിക്കുക. ഇത് നമ്മുടെ രാമായണ മഹാഭാരതം. അപ്പുറത്ത് ഖുറാനും ബൈബിളും ഒക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് രാമായണ മഹാഭാരതം പുസ്തകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം. ഓപ്പോസിറ്റ് കാണുന്ന ഒരു കുളമാണ്. കാവായാലും ഒരു കുളം വേണമെന്നുള്ള നിർബന്ധമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കുളം വിളിച്ചത്. കാവും കുളവേ നമ്മുടെ നാട്ടില് സർപ്പമല്ല അതിനകത്ത് പ്രധാനം. ഇത് നമ്മുടെ പ്രകൃതി സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിൽ വെട്ടിത്തെളിക്കായിരിക്കും. അതെ, പേടിച്ചിട്ടെങ്കിലും അതാണ് അതിന്റെ സങ്കല്പം. എല്ലാം വെട്ടി വീടും ജാതി തെരുവെന്ന് പറയും. ജാതി കോട്ടേജ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ കോട്ടേജിന്റെ പേര് ജാതി കോട്ടേജ് എന്ന് പറയും. മഴയുടെ ഇടിവെട്ടി മഴ പെയ്യുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കുറെ എടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീനൂട്ട് പാലമാണ് കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒറിജിനൽ രുദ്രാക്ഷം ഉണ്ടാവുന്ന മരം. നമുക്ക് 4 ടൈപ്പ് രുദ്രാക്ഷങ്ങളൊക്കെ നമ്മുടെ പല ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് ചോലരുദ്രാക്ഷം, വനരാക്ഷം, കൽരുദ്രാക്ഷം, രുദ്രാക്ഷം. 1 മുതൽ 21 വരെയുള്ള 3 ഒരു മരത്തിലാണ് ഞാൻ നിർത്തുവാണ്. ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് നമ്മുടെ വാച്ച് ടവർ ആണ് കേട്ടോ. അതായത് 6 നില ഉള്ളിലോട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഏറ്റവും മുകളിൽ നമ്മുടെ മാൽക്കുമ്പളത്തിന്റെ മുകളിലാണ് നമുക്ക് അതിന്റെ മുകളിൽ തന്നെ കാണാം. ഒരു ദിവസം രാവിലെ 10 മണിക്ക് ഇതിനകത്ത് കായത്തിന്റെ മരമാണ്. ഉള്ളിലായിട്ട് നടന്നു പോകണം. നടന്നു പോയി ഒരു 4 മണിയാകുമ്പോ നമ്മുടെ ഊതുമരം. അത്തരം പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഊതുമരം. അതായത് ഇതിന് അങ്ങനെയൊന്നും കിട്ടിയല്ല. 20 വർഷമായ അത് നിന്നിട്ട് അതിനൊരു പോർഷൻ ഉണ്ടാവും. ആ ബ്ലാക്ക് പോർഷൻ മാത്രമായിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് അത്തരം പെർഫ്യൂം. അതിനൊരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കണം മരത്തിന്. എന്നിട്ട് ഇഞ്ചക്ഷൻ ഒരു കുന്തിരിക്കുവാണ്. സാമ്പ്രാണിയുടെ മരമാണ്. കുന്തിരിക്കത്തിന്റെ മരം. അതിന്റെ കറയാണ് കുന്തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ മരത്തിന്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ശാന്തമായിട്ട് വന്ന് അതിന്റെ മണ്ട തൊട്ട് താഴെ വരെ എടുത്ത് ആ പേരും ഒക്കെ പറഞ്ഞു പോയാൽ ക്ലിയർ ആയിരിക്കും. ഞങ്ങളെ റെസ്റ്റോറന്റിന് അവിടെ ഇല്ല, അവിടെ മഴയ്ക്ക് മുമ്പ് ഇറങ്ങണം. അല്ലെ പിന്നെ ആ സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല. അടഞ്ഞു കിടന്ന വർഷം ഏതൊക്കെയാ? 3 വർഷം അടഞ്ഞു കിടന്നു. നമ്മള് കൊറോണ കഴിഞ്ഞാണോടി വന്ന് കൊറോണ കഴിഞ്ഞ വന്നതാണ്. ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ അങ്ങനെ വന്നല്ല. ഞങ്ങളുടെ ഡാറ്റ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടനയുണ്ട്. സംഘടനയുടെ മീറ്റിംഗ് ഞങ്ങളിവിടെ വെച്ച് വെച്ചതാണ്. ഡാറ്റ ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് TV ആൻഡ് അപ്ലയൻസസ്. TV ആൻഡ് അപ്ലയൻസസ് കടയുണ്ട്. അന്നിവിടെ ശോകമായിരുന്നു ഞങ്ങൾ വന്നപ്പോ. വെള്ളമെല്ലാം കയറി. അപ്പൊ പുള്ളിയെ വന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുത്താൽ
അത് കഴിഞ്ഞ് പിന്നെ ഇത് ഞാൻ മറന്നുപോയി. അപ്പൊ ഇന്നലെ ഷിൻസ് പറഞ്ഞു. ഷിൻസ് ബ്ലോഗറാണോ? ആ ഷിൻസ് ഇപ്പം അർജന്റീനയിൽ നിൽക്കുക. പുള്ളി അന്റാർട്ടിക്കയ്ക്ക് പോവാ. ആ പുള്ളി എറണാകുളംകാരൻ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ ഈ വ്ലോഗ് തന്നെ കയറിക്കോളൂല്ലേ? നല്ല സാധനം ചെയ്യുക. പീപ്പിൾ ആൻഡ് വ്ലോഗ്സ് ആണ് കാറ്റഗറി ഇട്ടിരിക്കുന്നത്. അതെ അല്ലേ? ആണോ കാറ്റഗറി അതാ ഇട്ടിരിക്കുന്നത്? പബ്ലിക്കാ അല്ല, നമ്മള് ഇത് സെറ്റിംഗ്സിലേ നമ്മള് ഇടുമ്പോഴത്തേനും പീപ്പിൾ ആൻഡ് നമ്മൾ വ്ലോഗ്സ് ആണ് ഓരോന്നും മാറ്റി മാറ്റി ഇടാം. ഓരോ സ്ഥലത്തിനും അല്ലേ? ഞങ്ങൾക്ക് 3 ചാനലുണ്ട്. അല്ലേ നമ്മുടെ ഇടുന്ന ഇപ്പൊ ഈ ഇടുന്ന ചാനലില് ഈ ചാനലെല്ലാം പീപ്പിൾ ആൻഡ് വ്ലോഗ്സിലല്ലേ വരുന്നത്? അതെ. ഞാൻ അങ്ങനെ ഇടാറ്. അതുകൊണ്ടാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഒന്നും തന്നെ ആയിട്ടില്ല. പെട്ടെന്ന് ഒരു ഓട്ടപ്രദർശനം നടന്നിട്ടുള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ടുണ്ട്. ഇതിപ്പോ വീഡിയോ ഒത്തിരി ദൈർഘ്യമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഒത്തിരി അട്രാക്ഷനുകളുണ്ട്. ശരിക്കും നിങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കണ്ടുള്ളൂ. ബാക്കി ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ പാർക്കിൽ ഇതിന്റെ മുഴുവൻ വിവരങ്ങൾ കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ വണ്ടിയെ പോയി എടുത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചത്. ഇനി നമ്മൾ നേരിട്ട് പോയി എടുത്ത കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എല്ലാം കൂടെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ ഇപ്പം ഇതിന്റെ എൻഡിലിടാം.